നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണ്ണവില അത്യധികം ഭയജനകമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പവന് 3 ലക്ഷം ആവാനുള്ള സാധ്യത സമീപഭാവിയിൽ തന്നെ, ഒരുപക്ഷെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അതാവുമെന്നാണ് ഏകദേശം ഊഹിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്വർണത്തിൻ്റെ വില $5,608 വരെ ഉയർന്നു. ഏറ്റവും ഒടുവിൽ കണക്ക് നോക്കുമ്പോൾ 5,550 ആ റേഞ്ചിൽ നിൽക്കുകയാണ് ഡോളർ സ്വർണ്ണവില. 22 ക്യാരറ്റിന്. ഇന്നലത്തെ കേരളത്തിലെ വില 15,315 ആയിരുന്നു. അത് തീർച്ചയായിട്ടും മേലോട്ട് കൂടി പോവും. ഇന്ന് ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ വില 22 ക്യാരറ്റിന് 1 ഗ്രാമിന് ഏകദേശം 800 രൂപ മുതൽ 1,300 രൂപ വരെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഇന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് തന്നെ 1 ഗ്രാമിന് 16,000 കടക്കും. അത് ഉറപ്പാണ്. കാര്യം 15,315 ആയിരുന്നു ഇന്നലത്തെ വില. അത് മിനിമം ഒരു 800 രൂപ കൂടിയാൽ തന്നെ 16,000 കടക്കും. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ഗോൾഡിൽ നിന്ന് എനിക്ക് ഏകദേശം ജനുവരി മാസം 2 ലക്ഷത്തിലധികം രൂപ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി. എനിക്കതിൽ ഒരു സന്തോഷവും ഇല്ലെന്ന് മാത്രമല്ല, വളരെയധികം ഒരു പാനിക് രീതിയിലാണ് ഞാനതിനെ കാണുന്നത്. ഓക്കെ, പണം കിട്ടുന്നു ശരി, പക്ഷേ സംഭവം ഈ സ്വർണ്ണവില കൂടുന്നത് ലോക സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി 100% തകർന്ന് തരിപ്പണമായി പൊടിയായി കഴിഞ്ഞു. ഇനി ഒരു കാലത്തും ഇന്ന് 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം ഒരു കാരണവശാലും അതിൻ്റെ ഒരു സാമാന്യമായ രീതിയിൽ പോലും തിരിച്ചു വരില്ലെന്നുള്ളത് 100% ഉറപ്പായി. അപ്പോൾ ഞാൻ ജീസസ് സാംബശിവൻ മുന്നോട്ട് വച്ചിരിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥയ്ക്ക് 100% പ്രസക്തി ഉണ്ടായിരിക്കുകയാണ്, റിലവൻസ് ഉണ്ടായിരിക്കുകയാണ്, സാങ്കത്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും, എല്ലാ മലയാളികളോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, കറൻസി രഹിത വ്യവസ്ഥ ദയവായി നിങ്ങൾ പഠിക്കുക. ഉടനെ എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. സംഭവം തീർച്ചയായിട്ടും ഏകദേശം നിങ്ങൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറും ഞാനും ഇട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അത് കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോകൾ കിട്ടും. അപ്പോൾ പിന്നെ വേറൊരു വലിയ സംഭവമുള്ളത്, ഡോളർ തകർന്നടിഞ്ഞു. അപ്പോൾ ഇന്നലെ തന്നെ അത് ഡോളറിൻ്റെ വില, ഈ ഡോളർ ഇൻഡെക്സ്, ഇത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള രാജ്യങ്ങളുടെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോളറിൻ്റെ മൂല്യം ഇന്നലെ 4 വർഷത്തെ താഴ്ന്ന റെക്കോർഡിലെത്തി. 95.55 ആയിരുന്നു ഇന്നലത്തെ ഏറ്റവും താഴ്ന്ന വില. അതിപ്പോൾ 96 കടന്നിരിക്കുന്നു. പക്ഷേ അതുപോലും കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്കുള്ള നേരത്തെ ഉണ്ടായിരുന്ന താഴ്ന്ന റെക്കോർഡ് 96.22 ആയിരുന്നു. അതിലും താഴെ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നലെ ട്രംപിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, ഡോളറല്ല ഇടിഞ്ഞല്ല, എന്ത് പറയുന്നു? കാരണം അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് ഗ്രേറ്റ് എന്നാണ്. വേറെ എന്തോ പറയാനാ. അതായത് നിങ്ങളുടെ അമ്മ മരിച്ചുപോയി,
താങ്കളുടെ പ്രതികരണം? ഇറ്റ്സ് ഗ്രേറ്റ് എന്നാരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ട് അതുപോലാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നത്തെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യവും കുത്തനെ ഇടിഞ്ഞു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കറൻസി, അതായത് ഒന്ന് ഡോളർ സമ്പൂർണ്ണമായും തകർന്നു. അത് ഈ മേലോട്ട് പിടിക്കാൻ ഒക്കില്ല. ഒരു 100 ഡോളർ ഇൻഡെക്സ് 100-ന് മേളിൽ ഒരിക്കലും ആവില്ല. ഇനി ഇത് 96-ന് താഴെ ചിലരൊക്കെ പറയും 0 ആവാനും സാധ്യതയുണ്ടെന്നാണ്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് തച്ചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന കണക്കിതാണ് 92.04. അതായത് നേരത്തെ ഈ ഡോളറിൻ്റെയൊക്കെ വില കൂടുമ്പോൾ റിസർവ് ബാങ്ക് കയ്യിലിരിക്കുന്ന കരുതൽ വിദേശ പണം, അതായത് ഫോറക്സ് റിസർവ് നിന്നുള്ള ഡോളർ എടുത്ത് മാർക്കറ്റിലിട്ട് അത് ഒന്ന് നിയന്ത്രിക്കാനൊക്കെ നോക്കും. ഇപ്പോൾ അവർ കൈവിട്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ഡോളർ എന്തായാലും ഇനി വിലയില്ലാത്തൊരു കറൻസി ആവാൻ പോവുകയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇനിയുള്ള വ്യാപാര ബന്ധങ്ങളൊന്നും വേണ്ടെന്ന് ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ. ഒരുപക്ഷെ അതായിരിക്കാം റിസർവ് ബാങ്ക് ഈ ഡോളർ വിപണിയിൽ സജീവമല്ലാതെ മാറി നിൽക്കുന്നത്. അതൊരു തന്ത്രപരമായ നീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകം സമ്പൂർണ്ണമാവും ശാശ്വതവുമായിട്ട് തകർന്നു കഴിഞ്ഞത് ലോക സമ്പദ് വ്യവസ്ഥ. ഇനി അതിനൊരു തിരിച്ചു വരവില്ല. ഇതിന് ഒരു സൊല്യൂഷൻ ലോകത്തൊരാൾക്കും അറിയില്ല. ട്രംപിന് പറഞ്ഞുകൂടാ, മോദിക്ക് പറഞ്ഞുകൂടാ, പിണറായി വിജയന് പറഞ്ഞുകൂടാ, ഒരു ലോകരാഷ്ട്ര നേതാക്കൾക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അമേരിക്ക ഇപ്പം ചെയ്യുന്നത് അവരുടെ കയ്യിൽ ആകെ ആയുധം മാത്രമാണുള്ളത്. അതിട്ടൊരു കളി കളിക്കാൻ നോക്കിയാണ്, അതും പരാജയപ്പെട്ട് ഇപ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ നിമിഷത്തിൽ അമേരിക്ക സമ്പൂർണ്ണമായും തകർന്നു നിൽക്കുകയാണ്. അതിനോടൊപ്പം ജപ്പാനും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഡോളർ കയ്യിലുള്ളത് വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ബോണ്ടുകൾ അത് കുറേയൊക്കെ വിറ്റുകൊണ്ടിരിക്കുക. അതൊക്കെ കൊണ്ടാണ് ഈ ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. എന്തായാലും മലയാളികളെ ഇത് ബാധിക്കും. മലയാളികളുടെ വിചാരം എല്ലാ കാലവും പിണറായി വിജയൻ കടമെടുത്ത് ശമ്പളം കൊടുക്കുമെന്നാണ്. നടക്കത്തില്ല. കേരളത്തെയും ഇന്ത്യയും എല്ലാം ബാധിക്കാൻ പോവുകയാണ്. ലോകത്തെ രാജ്യങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു. ഓക്കെ, ഇതൊന്നും മലയാളികൾ ചർച്ച ചെയ്യുന്നില്ല, അതെൻ്റെ കുഴപ്പമല്ല. എന്തായാലും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നലെ ഒരു 35 മിനിറ്റ് വീഡിയോ ഞാൻ എൻ്റെ തന്നെ മറ്റൊരു ചാനലിൽ ഇട്ടിരുന്നു. അതൊക്കെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് സാംബശിവൻ മുന്നോട്ട് വച്ചിരിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ എന്ന പുതിയ സോഷ്യോ എക്കണോമിക് സിസ്റ്റം അത് ഞാൻ 35 വർഷം കൊണ്ട് രൂപീകരിച്ചതാണ്. അത് സാമ്പത്തിക വിദഗ്ധരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളികൾ നന്നായിട്ട് അറിഞ്ഞിട്ടില്ല. എങ്കിലും ഒരു 1.5 ലക്ഷം മലയാളികൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കാത്തവർ ഇപ്പോഴും അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, പഠിക്കാതെ മനസ്സിലാക്കാതെ അതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ അത് കാര്യമാക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ ജീസസ് സാംബശിവൻ പറയുന്ന ഇതാണ്: കറൻസി രഹിത വ്യവസ്ഥ ഇപ്പോൾ ഈ സെക്കൻഡിൽ ലോകത്തെമ്പാടും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധർ മുഴുവൻ പറഞ്ഞ പോലെ കൊടും പട്ടിണിയും അരാജകത്വമാണ്. 2024 ജനുവരി 18 വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞതാണ്, ലോകം മുഴുവൻ തകരാൻ പോകുന്നു. കൊടും പട്ടിണിയും അരാജകത്വവും ശ്രീലങ്കയെ പോലെ എല്ലാ രാജ്യങ്ങളിലും
വരാൻ പോവുകയാണെന്നാണ് അവർ പറഞ്ഞത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീലങ്ക, നേപ്പാൾ, ഇറാൻ, ഇത് മൂന്നും മലയാളികൾ അറിഞ്ഞ കാര്യമാണ്. അതേസമയം ജോർജിയ, അതുപോലെ തന്നെ മൊറോക്കോ, വെനിസ്വേല, അർജൻറ്റീന, ടർക്കി, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഏതാണ്ട് 35-ലധികം രാജ്യങ്ങളിൽ ഭരണ സംവിധാനം തകർന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായും തരിപ്പണമായി 100% പൊടിയായി പറന്നുപോയി. പക്ഷേ ഇതൊന്നും മലയാളികൾ ചർച്ച ചെയ്യുന്നില്ല. മലയാളികൾ താമസിയാതെ ചർച്ച ചെയ്തോളും. കാരണം പിണറായി വിജയൻ സഖാവിന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അവർ തന്നെ അത് പറഞ്ഞു. അതൊന്നും മലയാളികൾ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അവർ വിചാരിക്കുന്ന അത് കടം എടുത്തങ്ങ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കടം കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരള ഗവൺമെൻറ് വന്നു കഴിഞ്ഞു. ഞാൻ ഇത് ഡീറ്റെയിൽഡായിട്ട് ഇന്നലെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഹാവ് എ നൈസ് ഡേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭദിനം.